സപ്ലൈകോ പൂട്ടിപ്പോകാതിരിക്കാനാണ് വില കൂട്ടിയതെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ഇത് ജനങ്ങൾ മനസ്സിലാക്കുമെന്നാണ് പ്രതീക്ഷ. ഇഷ്ടത്തോടെയല്ല വില കൂട്ടിയത്. സപ്ലൈകോ മരിക്കരുത്, അതിനാണ് ഈ നടപടി. സർക്കാരിന് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്. വില കൂട്ടാൻ സർക്കാരിനും പാർട്ടിക്കും അശേഷം താല്പര്യമുണ്ടായിരുന്നില്ലെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. സപ്ലൈകോയ്ക്കോ കേരള സർക്കാരിനോ വില വർദ്ധിപ്പിക്കാൻ അശേഷം താല്പര്യമില്ല. ഇന്നത്തെ അവസ്ഥയിൽ സപ്ലൈകോ പൂട്ടിപ്പോകാതിരിക്കണമെങ്കിൽ വില വർധനവ് ഇത്രയെങ്കിലും ഉണ്ടായേ തീരുമെന്ന് അവർ മനസ്സിലാക്കുന്നു. പക്ഷേ ഇത് മാത്രമേ ഉള്ളൂ. സപ്ലൈകോ തുടരണമോ വേണ്ടയോ? സപ്ലൈകോയും ഗവൺമെന്റും ആഗ്രഹിക്കുന്നത് സപ്ലൈകോ തുടരണമെന്നാണ്. ഈ കർശനമായിട്ടുള്ള സാമ്പത്തിക ഞെരുക്കത്തിനിടയിലും സപ്ലൈകോ ശ്രമിച്ചത് എന്താ? പൊതുക്കാളും 35% വില കുറച്ച് ജനങ്ങൾക്ക് എത്തിക്കാൻ വേണ്ടിയാണ്. സപ്ലൈകോ ഇല്ലാതായാൽ പൊതുക്കമ്പോളത്തിലെ വില ആർക്കും പറയാനാകില്ല. വാണത്തിനേക്കാളും വേഗത്തിൽ അപ്പോൾ വില കുതിച്ചു കയറും. പാവങ്ങളെ പിഴിയും. സപ്ലൈകോ വേണം എന്ന് ഉറപ്പാക്കാൻ വേണ്ടി, സപ്ലൈകോ മരിച്ചു പോകാതിരിക്കാൻ വേണ്ടി സർക്കാരിന് ഇപ്പോൾ ചെയ്യാവുന്ന കാര്യമാണിത്. ഇത് ചെയ്യുന്നത് ഇഷ്ടത്തോടെയല്ല, വേറെ മാർഗമില്ല. അതുകൊണ്ട് മാത്രമാണ്